നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീണ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം. ചാഴൂർ കോലം വളവിൽ ബസ് സ്റ്റോപ്പിന് സമീപം പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. തൃശൂർ പുല്ലഴി സ്വദേശി കുരുതുകുളങ്ങര വള്ളൂക്കാരൻ 44 വയസ്സുള്ള സോണിയാണ് മരിച്ചത്. സോണിയുടെ മകൻ 14 വയസ്സുള്ള ആന്റണിയെ പരിക്കുകളോടെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 10:30യോടെയാണ് അപകടമുണ്ടായത്. കഴിമ്പുറം തീരോത്സവത്തിന്റെ 5ാം ദിവസം ബോക്സിംഗ് പ്രദർശന മത്സരം നടത്തി. ദേശീയ വനിതാ പുരുഷ താരങ്ങൾ അണിനിരുന്ന ബോക്സിംഗ് മത്സരത്തിന്റെ ഉദ്ഘാടനം ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ നിർവഹിച്ചു. സമ്മാനദാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് നിർവഹിച്ചു. സംഘാടക സമിതി കോർഡിനേറ്റർ ഷജിത് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന കലാപരിപാടികളിൽ പ്രാദേശിക കലാകാരികൾ അണിനിരുന്ന തിരുവാതിരക്കളി, ക്ലാസിക്കൽ ഡാൻസ്, തുടർന്ന് ഉല മ്യൂസിക്കൽ ബാൻഡിന്റെ സംഗീത സായാഹ്നം എന്നിവ നടന്നു. സംഘാടക സമിതി ഓഫീസിൽ മെഹന്തി മത്സരവും ജലച്ചായ മത്സരവും ഉണ്ടായി. മുട്ടിച്ചൂർ NSS കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി. തൃശൂർ താലൂക്ക് യൂണിയൻ വനിതാ സമാജം സെക്രട്ടറി കെ ഗിരിജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. NSS കരയോഗം പ്രസിഡന്റ് EM അച്യുതൻ അധ്യക്ഷത വഹിച്ചു. ശ്രീദേവി അമ്പലപ്പുരം മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം അംഗങ്ങളിൽ 50 വർഷം വിവാഹ ജീവിതം നയിച്ച ദമ്പതികൾ മുട്ടിച്ചൂർ അയ്യപ്പ ക്ഷേത്രത്തിലും ചൂരക്കോട് ഭഗവതി ക്ഷേത്രത്തിലും മേൽശാന്തിയായി സേവനം ചെയ്ത് വിരമിച്ച പാധൂർ മഠം രാമചന്ദ്രൻ എംഭ്രാന്തിരി എന്നിവരെ കരയോഗം ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വനിതകളുടെ തൊഴിൽ സംരംഭത്തിന് തന്റെ ഓണറേറിയം നൽകി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഭഗീഷ് പൂരാടൻ. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭഗീഷ് പൂരാടന്റെ ഈ മാസത്തെ ഓണറേറിയം തളിക്കുളം പഞ്ചായത്തിൽ ആരംഭിക്കുന്ന വനിതകളുടെ തയ്യൽ പരിശീലന കേന്ദ്രത്തിന് കൊടുക്കുന്നതിനു വേണ്ടി തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയെ ഏൽപ്പിച്ചു. ചടങ്ങിൽ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സൽജു തൊയ്ക്കാവ, മണികണ്ഠൻ ആലയിൽ, ബിജോയ് പുളിമ്പ്ര, KR മോഹനൻ, ഷൺമുഖൻ മയൂർ, വേലായുധൻ സീതാറാം എന്നിവർ പങ്കെടുത്തു. ഇതുൾപ്പെടെയുള്ള എല്ലാ ഓണറേറിയവും അസുഖബാധിതർക്കും സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തനിക്ക് കിട്ടുന്ന വേതനം ജനങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകുന്നത്. എടമുട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ വർഷത്തെ ഡയറി കലണ്ടർ പ്രകാശനം നടത്തി. CP ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും വ്യവസായിയുമായ CP സാലിക് എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശോഭ സുബിന് ആദ്യ കോപ്പി നൽകി പ്രകാശനം നിർവഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് കരീം പോക്കാക്കിലത്ത, സെക്രട്ടറി KD സുധിന, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ രവി ഉട്ട്യോപ്യ, KL റോഡക്സ്, UR രാകേഷ്, അജ്മൽ ഷെരീഫ്, സഹകരണ ബാങ്ക് ജീവനക്കാരായ ഷൈജു പുരുഷോത്തമൻ, അനഘ സുധാകർ, ഷംന ഭൈജു, സംഗീത രാമസ്വാമി എന്നിവർ പങ്കെടുത്തു. ഞായറാഴ്ച പാലപ്പെട്ടി UP സ്കൂളിൽ വെച്ച് നടക്കുന്ന വാർഷിക പൊതുയോഗത്തിൽ CP സാലിക് നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എടമുട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ മഹാത്മാ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ശോഭ സുബിൻ പറഞ്ഞു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് തളിക്കുളം SNV UP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച സപ്തദിന സഹവാസ ക്യാമ്പിന്റെ സമാപന സമ്മേളനം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് UK ഗോപാലൻ അധ്യക്ഷനായി. തളിക്കുളം SNV UP സ്കൂൾ പ്രധാനാധ്യാപിക PB സജിത, NSS പ്രോഗ്രാം ഓഫീസർ ജോബി ആന്റണി, MS സ്മിത, TU കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി. മുൻ MP CN ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KK ബാബു, KV ഡേവിസ്, VG അശോകൻ, VG രാധാകൃഷ്ണൻ, KP ജയറാം, ഷൈജു യാനി, PS ഷൈൻ, TD ജോസ് എന്നിവർ സംസാരിച്ചു. ഇതോടുകൂടി ഗ്രാമീണ ഉച്ച വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.